ജാവ വളരെ സിമ്പിളാണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ് അല്ലേ? പിന്നെ സേഫ്. ജാവ വളരെ സേഫാണ്. മനസ്സിലാവുന്നുണ്ടാവല്ലോ? അഞ്ജലിക്ക് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പറയണം കേട്ടോ. എല്ലാവരും കേൾക്കാനാ പറയുന്നത്, മനസ്സിലായില്ലെങ്കിൽ പറയണം. ഓക്കെ. ആ പിന്നെ റോബസ്റ്റ് ആണ് സാർ. റോബസ്റ്റ് പഴമാണ്. പഴമല്ല. റോബസ്റ്റ് എന്ന് പറയുമ്പോൾ you may think that robustness is a luxury in this time of adventures on internet. ഇത് പേജിലുണ്ട്, നിങ്ങൾ കുറച്ചേരം കഴിഞ്ഞ് ബുക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. സർ വരൂ വരൂ വരൂ. ജാവയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ജാവ ഇസ് വെരി ഈസി ടു ലേൺ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാം. നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഓഫ് ജാവ സിമ്പിൾ ആൻഡ് പവർഫുൾ. മനസ്സിലായോ? ഇറ്റ് ഈസ് ഓൾസോ സേഫ്, object oriented, robust and interactive. ഇന്നലെ കണ്ടില്ല. പിന്നെ ജാവയുടെ അടുത്ത പ്രോപ്പർട്ടീസ് അതെനിക്കും കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. ഇന്റർപ്രറ്റഡ് ആൻഡ് ഹൈ പെർഫോമൻസ് നമ്മളുണ്ട്. സോറി ജാവ. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ഇൻഹെറിറ്റൻസ്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ 25ാമത്തെ പേജിലും അതിൽ കാണാം ജനലെ കൂടി പുറത്തേക്ക് നോക്കുന്ന പൂച്ചേനെ, പുറത്ത് നിന്ന് ഇറച്ചി നിന്ന് പട്ടീനെ. ഓക്കെ, മനസ്സിലായോ? എനിക്കും കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓവർ റൈഡിങ്. വാട്ട് ഇസ് ഓവർ റൈഡിങ്? വാട്ട് ഇസ് ഓവർ റൈഡിങ്? ടെൽ മീ. ആരെങ്കിലും പറയടാ, എന്താണ് ഓവർ റൈഡിങ്? ജോർജ് കോയ, ശംഭു